പ്രിയപ്പെട്ട കൂട്ടുകാരെ, LSS പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പരിസര പഠനത്തിലെ വയലും വനവും. എന്താണ് വയലും വനവും? വയലും വനവുമാണ് നമുക്ക് ജീവജലം തരുന്നത്, ആഹാരം തരുന്നത്, തണുപ്പും കുളിർമയും തരുന്നത്. നമുക്ക് ചില ജലസസ്യങ്ങളെ പരിചയപ്പെട്ടാലോ? കുളവാഴ, താമര, ആമ്പൽ, അസോള, ആഫ്രിക്കൻ പായൽ തുടങ്ങിയവ ജലസസ്യങ്ങളാണ്. എങ്ങനെയാണ് ജലസസ്യങ്ങൾ ജലത്തിൽ വസിക്കുന്നത്? ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ വെള്ളത്തിൽ കിടന്നിട്ടും ചീഞ്ഞു പോകുന്നില്ല. വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ അതിൻ്റെ ഇലകൾ പൊങ്ങിക്കിടക്കുന്നു. വെള്ളം പൊങ്ങുമ്പോഴും ഇലകൾ പൂക്കളും വെള്ളത്തിനു മുകളിൽ നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ അവയുടെ തണ്ടിന് കൂടുതൽ നീളമുണ്ട്. താമരയുടെയും ആമ്പലിൻ്റെയും തണ്ടിലും ഇലകളിലും വായു അറകളുണ്ട്. ഇനി നമുക്ക് ഉഭയജീവികളെ പരിചയപ്പെട്ടാലോ? വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. തവള, സാലമാൻഡറുകൾ, ന്യൂട്ടുകൾ, സിസീലിയനുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ഉഭയജീവികൾ. ഇനി നമുക്ക് ജീവികൾക്ക് ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ശുദ്ധവായു നൽകുന്നു, തണലും നൽകുന്നുണ്ട്. മരത്തിൻ്റെ ഇലയും കായും എല്ലാം ജീവജാലങ്ങൾക്ക് ആഹാരമാകുന്നു. ജീവികൾക്ക് വിശ്രമിക്കാനും കൂടൊരുക്കാനും മരപ്പൊത്തും ചില്ലകളും സഹായിക്കുന്നു. എന്താണ് ആവാസ വ്യവസ്ഥ? ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ. എന്താണ് ജീവീയ ഘടകങ്ങൾ? ജീവനുള്ളവയാണ് ജീവീയ ഘടകങ്ങൾ. ഉദാഹരണത്തിന് താമര, തവള, പുൽച്ചാടി, മുയൽ. ജീവനില്ലാത്തവയാണ് അജീവീയ ഘടകങ്ങൾ. ഉദാഹരണത്തിന് സൂര്യപ്രകാശം, മണ്ണ്, വായു എന്നിവ. ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പരസ്പരാശ്രയത്വം. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ വെള്ളത്തിലെ ചെറുജീവികളെ ആഹാരമാക്കുന്നു. വായു എല്ലാ ജീവികളെയും ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നു. ജലം ജലജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു. ഇത്രയും മനോഹരമായ പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യാൻ പാടില്ല. വനനശീകരണം, വയൽ നികത്തൽ, അണക്കെട്ട് നിർമ്മാണം, പുഴയിലെ മണൽ വാരൽ, അമിതമായ കീടനാശിനി പ്രയോഗം, അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗം എന്നിവയൊന്നും ചെയ്യാൻ പാടില്ല. ഈ പാഠഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തട്ടെ. വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളെ തരംതിരിച്ച് പട്ടികയാക്കുക. 2. ജീവികളുടെ യഥാർത്ഥ അനുകൂലനങ്ങൾ കണ്ടെത്തുക. ശരിയായ ജോഡിയും തെറ്റായ ജോഡിയും കണ്ടെത്താനുള്ള ചോദ്യം ചോദിച്ചെന്നു വരാം. അപ്പോൾ കരയിൽ ജീവിക്കുന്ന ജീവികളെയും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെയും ഉഭയജീവികളെയും കൂട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ പാഠങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.